ഹലോ. അപ്പോൾ മലയാള സിനിമാ ചർച്ചകളിൽ വീണ്ടും അശ്വന്ത് കോക്ക് നിറയുകയാണ്. ഒരിക്കലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ അശ്വന്ത് കോക്കിന്റെ പേര് ഉയർന്നു വരാനുള്ള ഇത്തവണയും നെഗറ്റീവായിട്ടുള്ള റീസൺ കൊണ്ട് തന്നെയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന ഒരു സിനിമയെ പറ്റി കക്ഷി റിവ്യൂ ഇട്ടു. ആ റിവ്യൂവിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ഡിസ്കഷൻസ് മുഴുവൻ. സിയാദ് കോക്കറാണ് ആദ്യം രംഗത്ത് വന്നത്. സിനിമയെ താറടിച്ച് കാണിക്കുന്നു, വ്യക്തിഹത്യ നടത്തുന്നു, ആർക്കൊക്കെ വേണ്ടി കാശ് വാങ്ങി റിവ്യൂ ചെയ്യുന്നു. നിങ്ങളൊരു തവണ സിനിമ കണ്ടതിന് ശേഷം റിവ്യൂ ഇടൂ എന്നൊക്കെയാണ് സിയാദ് കോക്കറിന്റെ അഭിപ്രായം. അദ്ദേഹത്തിന് കുടപിടിക്കാനും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാനും ഹൈദരാലിയും കൂടെ ഉണ്ട്. ഹൈദരാലി അശ്വന്ത് കോക്ക് സ്പർദ്ധ വർഷങ്ങളായിട്ടുള്ളതാണ്, യുഗാന്തരങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ്. രണ്ടുപേരും തമ്മിൽ തർക്കമുണ്ട്, രണ്ടുപേരും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ അടിയും നടന്നിട്ടുണ്ട്. ഹൈദരാലിയെ ഹൈഡ്രോളി എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈദരാലി തിരിച്ചും കോക്കിനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹൈദരാലി കോക്കിന്റെ ഇമേജ് തമ്പനയിലായിട്ട് വെച്ച് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറേ കാശും ഉണ്ടാക്കിയിട്ടുണ്ട്, തിരിച്ചും സംഭവിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം. പക്ഷേ അശ്വന്ത് കോക്കിന്റെ വാല്യൂ അല്ലെങ്കിൽ അശ്വന്ത് കോക്കിന് കിട്ടുന്ന ഫേസ് വാല്യൂ ഹൈദരാലിക്ക് കിട്ടാറില്ല സോഷ്യൽ മീഡിയയിൽ. ആ അക്സെപ്റ്റൻസ് ഹൈദരാലിക്കില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ ഇവർ തമ്മിൽ ആൾറെഡി തർക്കം നിലനിൽക്കുന്ന സ്ഥിതിക്ക് ഇവിടെ ഒരു ഇഷ്യൂ അശ്വന്ത് കോക്കിനെതിരെ വന്നപ്പോൾ, അശ്വന്ത് കോക്കിനെതിരെ സിയാദ് കോക്കർ, കോക്കേഴ്സ് ഫിലിംസിന്റെ സിയാദ് കോക്കർ എന്ന വെറ്ററൻ പ്രൊഡ്യൂസർ മുന്നിലേക്ക് വന്നപ്പോൾ സപ്പോർട്ടായിട്ട് ഹൈദരാലിയും കൂടെ ഉണ്ട്. കുട പിടിച്ചു കൊടുക്കാനും കൂടെ നിൽക്കാനും അശ്വന്ത് കോക്കിനെതിരെ വീഡിയോ ഇടാനും എല്ലാം ഹൈദരാലി ഉണ്ട്. എന്തായാലും ഈ വിമർശനം വന്നിട്ടാണോ എന്തോ ഈ മാരിവില്യൻ ഗോപുരങ്ങളെ പറ്റിയുള്ള റിവ്യൂ അശ്വന്ത് കോക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതോടുകൂടി ഹൈദരാലിയുടെ ശക്തി, ശബ്ദത്തിന്റെ ശക്തി കൂടി. അദ്ദേഹം പറയുന്നത് പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കോക്ക് കണ്ടം വഴി ഓടിയെന്നാണ്. എന്തായാലും ഞാൻ ആ റിവ്യൂ കണ്ടിട്ടില്ല. ആ റിവ്യൂവിൽ വ്യക്തിഹത്യ നടത്തിയിട്ടുണ്ട് എന്നാണ് സിയാദ് കോക്കറുടെ ആരോപണം. സിയാദ് കോക്കറുടെ മകളാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. അവർക്കെതിരെയും അതുപോലെ മ്യൂസിക് ഡയറക്ടറായ വിദ്യാസാഗർക്കെതിരെയും എല്ലാം വ്യക്തിഹത്യ നടത്തിയിട്ടുണ്ട് എന്നാണ് സിയാദ് കോക്കറും നമ്മുടെ ഹൈദരാലിയും പറയുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആദ്യത്തെ ചോദ്യം, ഒരു നടൻ അല്ലെങ്കിൽ ഒരു സംഗീത സംവിധായകൻ അതല്ലെങ്കിൽ ഒരു നടി തൻ്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് പെർഫോം ചെയ്തില്ല, അല്ലെങ്കിൽ അയാളുടെ കഴിവിൻ്റെ പരമാവധി പുറത്തെടുത്തില്ല, അല്ലെങ്കിൽ അയാളുടെ പെർഫോമൻസ് ഡൗൺ ആയിരുന്നു എന്ന് പേരെടുത്ത് പറഞ്ഞാൽ അതെങ്ങനെ വ്യക്തിഹത്യയാവും? ഇവിടെ പറയുന്നത് വിദ്യാസാഗർ ഇത്രയും വർഷങ്ങളായിട്ട്, ദശാബ്ദങ്ങളായിട്ട് സംഗീതം ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ സംഗീതത്തെ കുറ്റം പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞു കുറ്റം പറഞ്ഞു എന്നാണ്. അപ്പോൾ അതെങ്ങനെ വ്യക്തിഹത്യയാവും? അദ്ദേഹത്തിന്റെ സംഗീതം ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. അശ്വന്ത് കോക്കിന് ഈ സിനിമയിൽ വിദ്യാസാഗർ കൊടുത്ത സംഗീതം ഇഷ്ടപ്പെട്ടില്ല. സിയാദ് കോക്കർ പറയുന്നത് 10 ലക്ഷം, അതിനകത്ത് 3 ഗാനങ്ങൾക്ക് 1 മില്യണിന് മുകളിൽ വ്യൂവർഷിപ്പ് ഉണ്ടെന്നാണ്. ഉണ്ടാകാം, 10 ലക്ഷം പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷെ അശ്വന്ത് കോക്കിന് അത് ഇഷ്ടപ്പെട്ടില്ല. അത് അയാളുടെ പെർസ്പെക്റ്റീവാണ്, അയാളുടെ കാഴ്ചപ്പാടാണ്. അതിനെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അയാൾ എങ്ങനെ ചിന്തിക്കണമെന്നോ അയാൾക്ക് ഇഷ്ടപ്പെടണമെന്നോ അയാൾക്ക് ഇഷ്ടപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റില്ല. അയാളുടെ അഭിപ്രായം പറയുകയാണ് ചെയ്തത്. എന്തായാലും ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല. വ്യക്തിഹത്യ ഏത് ലെവലിലേക്ക് പോയിട്ടുണ്ട് എന്ന് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും അതിനെ നിങ്ങൾക്ക് ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല, അതിനെ നിങ്ങൾക്ക് പറയാനും പറ്റില്ല അയാൾ എങ്ങനെയാണ് പറയേണ്ടതെന്ന്. അതല്ലെങ്കിൽ നിങ്ങൾ പറയണം ആരും ഞങ്ങളുടെ സിനിമ കാണണ്ട, സിനിമ റിവ്യൂ ചെയ്യേണ്ട എന്ന്. ഇപ്പോൾ അടുത്തിടെ ഇറങ്ങിയ ജയ് ഗണേഷ് എന്ന സിനിമ മലയാളത്തിലെ ലീഡിംഗ് ആയിട്ടുള്ള പല റിവ്യൂവേഴ്സും അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പല ചാനലുകളിലും അതിന്റെ റിവ്യൂ വന്നില്ല. അതുകൊണ്ട് എന്താ സിനിമ ഹിറ്റായോ? ഇല്ല, അതൊരു നല്ല സിനിമയായിരുന്നു. അതിനെപ്പറ്റി അശ്വന്ത് കോക്ക് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അതിന്റെ റിവ്യൂ അശ്വന്ത് കോക്ക് കൊടുത്തത് നല്ലതായിരുന്നു. എന്നാൽ ഉണ്ണി മുകുന്ദനുമായിട്ട് പല കാര്യങ്ങളിലും ഫ്രിക്ഷൻ നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് അശ്വന്ത് കോക്ക്. എന്നിട്ട് പോലും ആ സിനിമയെ പറ്റി നല്ലൊരു റിവ്യൂ ആണ് അശ്വന്ത് കോക്ക് കൊടുത്തത്. എന്നാൽ ആ സിനിമ പല റിവ്യൂവേഴ്സും അവോയ്ഡ് ചെയ്തു. എന്നിട്ട് സിനിമ ഹിറ്റായോ? ഇല്ല, സിനിമ ആവറേജ് മാത്രമാണ് ആയത്. അതിന് കാരണം ആവേശത്തിനും വർഷങ്ങൾക്ക് ശേഷത്തിനും ഒപ്പം ഇറങ്ങിയ സിനിമയായത് ആകാം. എന്നിരുന്നാലും ഒരു സിനിമയെ റിവ്യൂവർ അവോയ്ഡ് ചെയ്യുമ്പോൾ ആ സിനിമയ്ക്കും അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഈ മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന സിനിമയെ പറ്റി അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത് ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ? അത് കണ്ട് ചിലർ കാണാതിരിക്കാനിരിക്കും, പക്ഷേ സിനിമ നല്ലതാണെങ്കിൽ സിനിമ ഓടുക തന്നെ ചെയ്യും. അപ്പോൾ സിയാദ് കോക്കർ പറയുന്നത് താൻ കമ്മീഷൻ ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ്. കൊടുത്തിട്ടുണ്ടോ കൊടുക്കാൻ പോകുന്നു എന്നോ മറ്റാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ജഡ്ജ്മെന്റ് അനുസരിച്ച് കമ്മീഷൻ ഓഫീസിലാണ് പരാതി കൊടുക്കേണ്ടത്, താൻ അതിന് ചെയ്യാൻ പോവുകയാണ് എന്നാണ്. പക്ഷേ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഇതിനെപ്പറ്റി ജഡ്ജ്മെന്റ് വന്നിട്ടില്ല. അമിക്കസ് ക്യൂറി റിപ്പോർട്ട് മാത്രമാണ് വന്നിട്ടുള്ളത്. അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ഹൈക്കോടതി ജഡ്ജിന് സബ്മിറ്റ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെപ്പറ്റി ഹൈക്കോടതിയുടെ ഓർഡർ വന്നിട്ടില്ല. കാരണം ഇത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ചിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ
കോടതിക്കും ഡയറക്റ്റ് പറയാൻ പറ്റില്ല നിങ്ങൾ ഇനി റിവ്യൂ ചെയ്യേണ്ടെന്നോ നിങ്ങൾ ഈ സിനിമയെ പറ്റി അഭിപ്രായം പറയണ്ട എന്നോ. അതുകൊണ്ടാണ് കോടതി ഗവൺമെന്റിനോടും പോലീസിനോടും അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി എന്താണ് ചെയ്യാൻ പറ്റുക എന്ന്. ഈ അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് 2 ദിവസത്തേക്ക് സിനിമ റിലീസ് ചെയ്ത് 2 ദിവസത്തേക്ക് റിവ്യൂ അനുവദിക്കരുത് എന്നാണ്. അതിനും ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റിവ്യൂ കണ്ടിട്ട് പോകുന്നവരാണെങ്കിൽ ആ റിവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യും. 2 ദിവസത്തേക്ക് അവർ കാണില്ല. നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് ഈ 2 ദിവസം കൊണ്ട് എല്ലാവരും പോയി കാണുമെന്നാണോ? ഇല്ല. നല്ല സിനിമ അല്ലെങ്കിൽ വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തന്നെ അതിന് നെഗറ്റീവ് എഫക്റ്റ് കിട്ടും. അതിന് റിവ്യൂവേഴ്സ് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ സിയാദ് കോക്കയുടെ തന്നെ ദേവദൂതൻ എന്ന സിനിമ, സിയാദ് കോക്കയുടെ കോക്കേഴ്സ് ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്തതാണ് ദേവദൂതൻ എന്ന സിനിമ. നല്ല സിനിമയായിരുന്നു. അത് ഫ്ലോപ്പാണ്. എന്തുകൊണ്ടാണ് അത് ഫ്ലോപ്പായത്? അന്ന് റിവ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. അവർ നെഗറ്റീവ് റിവ്യൂ ഇട്ടോ? ഇല്ലല്ലോ. അത് അന്നത്തെ ജനറേഷന്, അന്നത്തെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, സിനിമ ഫ്ലോപ്പായി. പക്ഷെ ഇന്ന് ആ സിനിമയെ പറ്റിയുള്ള ഒപ്പീനിയൻ വളരെ നല്ലതാണ്. എല്ലാവരും അതിനെപ്പറ്റി നല്ല അഭിപ്രായമാണ് പറയുന്നത്. അതൊരു നല്ല സിനിമയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ റിവ്യൂവേഴ്സ് ഇല്ലെങ്കിലും നല്ല സിനിമ ഫ്ലോപ്പ് ആവാനും ചീത്ത സിനിമ ചിലപ്പോൾ ഹിറ്റാവാനും സാധ്യതയുണ്ട്. സിനിമ ഹിറ്റാവാനുള്ള അല്ലെങ്കിൽ സിനിമയുടെ വിധി നിർണ്ണയിക്കുന്ന 2 കാര്യങ്ങൾ, ഒന്ന് അതിൻ്റെ ഡെസ്റ്റിനി, രണ്ടാമത്തത് സിനിമയുടെ കോണ്ടന്റ്. ഇത് രണ്ടിൽ ചിലപ്പോൾ ചില സിനിമകൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാകും കോണ്ടന്റ് അത്ര മികച്ചതല്ലെങ്കിൽ പോലും കയറി ക്ലിക്ക് ആവുന്നത് അത് ചിലപ്പോൾ അതിൻ്റെ ഡെസ്റ്റിനി അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇവിടെ അശ്വന്ത് കോക്കിൻ്റെ മുകളിൽ കുതിര കയറാനുള്ള ഒരു അവസരം ഹൈദരാലിക്ക് കിട്ടി. അദ്ദേഹം അത് വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഉപയോഗിക്കുന്നുണ്ട് എന്ന് മാത്രം. അതല്ലാതെ ഈ സിനിമ റിവ്യൂ നിരോധിച്ചത് കൊണ്ടോ സിനിമ റിവ്യൂ നിർത്തിയത് കൊണ്ടോ നിങ്ങളുടെ സിനിമയൊന്ന് ഹിറ്റാവും എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്ന് മിസ്റ്റർ സിയാദ് കോക്കർ തന്നെ പറയുന്നുണ്ട്. അത് ഈ ജനാധിപത്യ രാജ്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അതല്ല, അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമക്കാർ തന്നെ പറഞ്ഞേനെ സിനിമ കണ്ടിട്ട് ഇറങ്ങുന്നവരുടെ എല്ലാം വായിൽ പ്ലാസ്റ്റർ ഒട്ടിക്കാൻ, സിനിമയ്ക്കെതിരെ എഴുതുന്നവരുടെ എല്ലാം കൈതല്ലി ഓടിക്കാനും ഇവർ പറഞ്ഞേനെ. അതിന് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ അങ്ങനെ ഒരു അധികാരം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇവരിൽ പലരും അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് നല്ല സിനിമ കാണാനുള്ള തീരുമാനമെടുക്കാൻ സാധിക്കുന്നത്. അതല്ലായിരുന്നെങ്കിൽ ഗവൺമെന്റ് തന്നെ ഉത്തരവിട്ടാൽ നിങ്ങളെല്ലാം ഈ സിനിമ പോയി കണ്ടേ പറ്റൂ, കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്ര പൈസ വെച്ച് കട്ട് ചെയ്യുന്നു. എന്ത് ഓർഡർ വേണമെങ്കിലും എടുക്കാമല്ലോ, ഇടാമല്ലോ. ഒരു ഏകാധിപത്യ രാജ്യമാണ്, ഒരു മൊണാർക്കിയാണ് ഇവിടെ ഉള്ളതെങ്കിൽ എന്ത് തീരുമാനം വേണമെങ്കിലും അവർക്കെടുക്കാം. അതിന് ആരാണ് തടസ്സം നിൽക്കുന്നത്? ഇവിടെ ഇപ്പോൾ ഡെമോക്രസിയാണ് എന്നുള്ളത് കൊണ്ടാണ്, ജനാധിപത്യമാണ് എന്നുള്ളത് കൊണ്ടാണ് പല കാര്യങ്ങളിലും ഇവർക്ക് കൺട്രോൾ ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കോടതിയെ സമീപിച്ചത്. കോടതി പോലും ഉത്തരവ് വൈകിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഉത്തരവിനെ കൂടുതൽ അനലൈസ് ചെയ്യാൻ ടൈം എടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ വെറുതെ ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം തടയാനൊന്നും കോടതിക്ക് പറ്റില്ല. ഇവിടെ ഹൈക്കോർട്ട് ഇങ്ങനെ ഒരു ഓർഡർ കൊടുത്താൽ അത് സുപ്രീം കോർട്ടിൽ ചലഞ്ച് ചെയ്യപ്പെടും. ഒരു സംസ്ഥാനത്തിന്റെ ഹൈക്കോർട്ട് ഒരു ഓർഡർ കൊടുക്കുകയാണെങ്കിൽ അത് എല്ലാ സംസ്ഥാനങ്ങളിലും ബാധകമാണ് എന്നൊരു വേർഡിക്റ്റ് സുപ്രീം കോടതിയുടെ ആൾറെഡി നിലവിലുണ്ട്. അതായത് ഇപ്പോൾ കേരള ഹൈക്കോർട്ടാണ് ഓർഡർ കൊടുക്കുന്നതെങ്കിൽ അതേ വിധി അതേ കോണ്ടെക്സ്റ്റിൽ മറ്റൊരു സംസ്ഥാനത്ത് വന്നാൽ അതേ വിധി അവിടെയും ബാധകമാണ്. അപ്പോൾ ഇത് നാഷണൽ ലെവലിൽ സുപ്രീം കോർട്ടിൽ ചലഞ്ച് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു വേർഡിക്റ്റ് ആയിരിക്കും. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഇത്രയും വാല്യൂ കൊടുക്കുന്ന, ഇത്രയും മുൻഗണന കൊടുക്കുന്ന ഒരു രാജ്യത്ത് നിങ്ങൾ പറയുകയാണ് നിങ്ങൾ സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയരുത് എന്ന് പറയുകയാണെങ്കിൽ അത് നടപ്പിലാവുന്ന കേസല്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നല്ല സിനിമ എടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ ഈ തങ്ങളുടെ സിനിമയ്ക്കെതിരെ പറയുന്നവരോ തങ്ങളുടെ സിനിമയെ പറ്റി നെഗറ്റീവ് പറയുന്നവരോ റിവ്യൂ ബോംബിംഗ് എന്നൊരു അംബ്രല്ലയുടെ കീഴിൽ കൊണ്ടുവന്നിട്ട് അവരെ എല്ലാം കുറ്റം പറഞ്ഞ് ഒതുക്കിയാൽ നിങ്ങളുടെ സിനിമ ഹിറ്റാവും എന്നുള്ളത് തെറ്റിദ്ധാരണ മാത്രമാണ്. ഈ റിവ്യൂ ബോംബിംഗ് ചെയ്യുന്നവരുണ്ടാവാം, പൈസ മേടിച്ചിട്ട് റിവ്യൂ ചെയ്യുന്നവരുണ്ടാവാം. അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഈ സിനിമ റിലീസ് ചെയ്ത് 2-2.5 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ സിനിമയെപ്പറ്റി ഭയങ്കര അഭിപ്രായമായിട്ട് കുറേ ചാനലുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഭയങ്കര ഈ സിനിമ കണ്ടവർ ഞെട്ടി, സിനിമകൾ കണ്ടവർ പറഞ്ഞത് കേൾക്കൂ, അങ്ങനെ ഇങ്ങനെ. അതെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതെല്ലാം പെയ്ഡ് ആഡ് ആണെന്ന്, പെയ്ഡ് മാർക്കറ്റിംഗ് ആണെന്ന്. പെയ്ഡ് അല്ലാത്തതും പെയ്ഡ് ആയിട്ടുള്ളതും കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അശ്വന്ത് കോക്കിലേക്ക് തിരിച്ചു വന്നാൽ, അശ്വന്ത് കോക്ക് ഈ അടുത്തിടെയായിട്ട് തൻ്റെ റിവ്യൂവിൻ്റെ ഷാർപ്നെസ് കുറച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നടികളുടെ ഒക്കെ റിവ്യൂ ആണെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ക്രിറ്റിസിസം കുറച്ച് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് അറിയില്ല. അദ്ദേഹം മുമ്പ് ഭയങ്കര ഷാർപ്പായിട്ടായിരുന്നു ക്രിറ്റിസൈസ് ചെയ്യുന്നത്. പലരെയും മിമിക് ചെയ്യുമായിരുന്നു, പലരെയും കളിയാക്കുമായിരുന്നു. ഓവറായിട്ട് കളിയാക്കുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പോൾ നടികർ പോലുള്ള സിനിമകളിൽ അശ്വന്ത് കോക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂവിന് ഇത്രയും അക്സെപ്റ്റൻസ് വരാനും ഹൈദരാലിയുടെ
വീഡിയോസിന് അക്സെപ്റ്റൻസ് കുറയാനും കാരണം എന്താണെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. അശ്വന്ത് കോക്കിന്റെ റിവ്യൂസിന് അക്സെപ്റ്റൻസ് വരാൻ കാരണം അദ്ദേഹത്തിന്റെ റിവ്യൂസ് എല്ലാം സത്യസന്ധമാണ്, ഓണസ്റ്റ് ആണ് എന്ന് ജനങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ്. അതല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന റിവ്യൂവിന് അതേ ഫീലിംഗ് ആണ് അത് കണ്ടവർക്ക് കിട്ടിയത് എന്നുള്ളത് കൊണ്ടാണ്. പലരും സിനിമ കണ്ടതിന് ശേഷം തൻ്റെ അഭിപ്രായം തന്നെയാണോ ഈ റിവ്യൂവേണം എന്നറിയാൻ വേണ്ടി റിവ്യൂ കാണുന്നവരുണ്ട്. വളരെയധികം പേർ അങ്ങനെയുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് കാണുമ്പോൾ എൻ്റെ തന്നെ അഭിപ്രായമാണല്ലോ, അങ്ങനെ ഒന്നോ രണ്ടോ സിനിമകൾക്ക് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം തൻ്റെ സ്വന്തം അഭിപ്രായമായിട്ട് മാച്ച് ആകുമ്പോൾ അവർ പിന്നെ ഈ റിവ്യൂവിനെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് ഒരു റിവ്യൂവിന് അക്സെപ്റ്റൻസ് കിട്ടുന്നത്. തിരിച്ചുമുണ്ട്, റിവ്യൂവിൻ്റെ റിവ്യൂ കണ്ടിട്ട് പോയി അതേ ഫീൽ കിട്ടുക. ചിലർക്ക് ഈ റിവ്യൂ കൊണ്ട് ഇൻഫ്ലുവൻസ് ആയി പോകാനും സാധ്യതയുണ്ട്. ചിലർക്ക് ഈ റിവ്യൂ കണ്ടതിന് ശേഷം അതുപോലെ ആണ് എന്ന് ഫീൽ ചെയ്യാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ നല്ലതായിട്ട് ഫീൽ ചെയ്യേണ്ട കാര്യം ഈ റിവ്യൂ കൊണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് അവർക്ക് ചീത്തയായിട്ട് ഫീൽ ചെയ്യാനും സാധ്യതയുണ്ട്. അത് പക്ഷേ വളരെ കുറച്ച് ശതമാനം മാത്രമേ ഉള്ളൂ. ഒരു റിവ്യൂവറിൻ്റെ സക്സസ് എപ്പോഴും അയാളുടെ ഒപ്പീനിയൻ ഒരു മെജോറിറ്റി ഒപ്പീനിയനിലേക്ക് കണക്ട് ചെയ്യപ്പെടുമ്പോഴാണ്, മെജോറിറ്റി ഒപ്പീനിയനുമായിട്ട് മാച്ച് ചെയ്യപ്പെടുമ്പോഴാണ് ആ റിവ്യൂയുടെ സക്സസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ റിവ്യൂവിന് അക്സെപ്റ്റൻസ് ഇല്ലാതാവും. ഇപ്പോൾ ആവേശം എന്നൊരു സിനിമ ഇറങ്ങി. ഒരു സിനിമയും പെർഫെക്റ്റ് അല്ല, എല്ലാ സിനിമകൾക്കും ഡ്രോബാക്സ് ഉണ്ട്, എല്ലാ വ്യക്തികൾക്കും ഡ്രോബാക്സ് ഉണ്ട്, എല്ലാ വ്യക്തികൾക്കും ഫ്ലോസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ആവേശം എന്നൊരു സിനിമ ഇറങ്ങി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ സിനിമ? അല്ല, വളരെ നല്ലൊരു ശതമാനത്തിന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ കുട്ടികൾ കാണിക്കുന്ന പേക്കൂത്തെന്നോ, സ്മോക്കിംഗ് വളരെയധികം ഉണ്ടെന്നോ, ആൽക്കഹോളിസം, മദ്യപാനം വളരെയധികം ഉണ്ടെന്നോ കുറേയധികം ക്രിറ്റിസിസം വന്നതാണ്. പക്ഷേ ഒരു മെജോറിറ്റി ഗ്രൂപ്പിനെ അത് ഇഷ്ടപ്പെട്ടു, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ അത് എൻ്റർടൈൻ ചെയ്യിച്ചു, അതൊരു ആഘോഷമാക്കി അവർ ഏറ്റെടുത്തു. അതുകൊണ്ടാണ് ഇത്രയും ആ സിനിമയ്ക്ക് ലഭിച്ചത്, അത്രയും ലാഭം ലഭിച്ചതും അത്രയും വലിയൊരു ഹിറ്റായി മാറിയതും. അപ്പോൾ കുറച്ചെങ്കിലും ആൾക്കാർക്ക്, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ സിനിമ വിജയിക്കുക തന്നെയും. അതിന് നെഗറ്റീവ് റിവ്യൂസ് വന്നുകൊണ്ടൊന്നും അങ്ങനെ ഒരു സിനിമ തകർക്കാൻ പറ്റില്ല. അങ്ങനെ തകരുന്നുണ്ടെങ്കിൽ 1%, 2% സിനിമകൾ അങ്ങനെ തകരുന്നുണ്ടാവാം. ഇപ്പോൾ കുഞ്ഞാലി മരക്കാർ എന്ന സിനിമ വന്നു, ദെൻ നമ്മുടെ മലൈക്കോട്ടെ വാലിബൻ വന്നു. 2 ലാലേട്ടൻ്റെ സിനിമകളാണ്. അവയെ രണ്ടിനെയും റിവ്യൂസും ഉണ്ട്, ഒരു റിവ്യൂ ബോംബിങ്ങും ഉണ്ടോ, ഡീഗ്രേഡിങ്ങും ഉണ്ടോ, തകർത്ത സിനിമകളാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതേ ലാലേട്ടൻ്റെ നേര് തകർന്നില്ലല്ലോ, അത് സൂപ്പർ ഹിറ്റ് ആയിരുന്നില്ലേ? അപ്പോൾ റിവ്യൂ ബോംബിങ്ങും ഡീഗ്രേഡിങ്ങും കൊണ്ട് തകർക്കാനായിരുന്നെങ്കിൽ നേരി എന്ന സിനിമയും തകരേണ്ടതല്ലേ? ആ ഒരു വ്യക്തിയോടുള്ള വിരോധം കൊണ്ട് തകർക്കുകയാണെങ്കിൽ ആ നേരി എന്ന സിനിമയും തകരേണ്ടത് തന്നെയാണ്. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഒരു പർട്ടിക്കുലർ നടനോടോ പർട്ടിക്കുലർ സംവിധായകനോടോ ഒക്കെ ദേഷ്യമുണ്ടാവാം, അവർക്കെതിരെ തിരിഞ്ഞ് പ്രവർത്തിക്കാം. പക്ഷേ എന്ന് കരുതി ഒരു സിനിമയും തകരത്തില്ല അങ്ങനെ നെഗറ്റീവ് റിവ്യൂ ഇട്ടുകൊണ്ട്. ആ നെഗറ്റീവ് റിവ്യൂവിനെ ജനങ്ങൾ മാറ്റി നിർത്തും. അയാളുടെ റിവ്യൂ തെറ്റാണ്, അയാൾ കാശ് വാങ്ങിയാണ് റിവ്യൂ ചെയ്യുന്നതെന്ന് കണ്ടാൽ 2-3 സിനിമയ്ക്ക് റിവ്യൂ ചെയ്യുമ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാവും, കാഴ്ചക്കാർക്ക് മനസ്സിലാവും ഇയാളുടെ റിവ്യൂ റിലയബിൾ അല്ല എന്ന്. അപ്പം ഹൈദരാലിക്ക് ആഘോഷിക്കാൻ കുറേ ഇഷ്യൂ ആയിട്ടുണ്ട്. അശ്വന്ത് കോക്കിനെതിരെ കണ്ടിന്യൂസ് വീഡിയോ ഇട്ട് തൻ്റെ റീച്ച് കൂട്ടാനുള്ള ശ്രമത്തിലാണ് മിസ്റ്റർ ഹൈദരാലി. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതുപോലെ തന്നെ മാരുവില്യൻ ഗോപുരങ്ങൾ നല്ല സിനിമയാണെങ്കിൽ നിങ്ങൾ പോയി കാണുക. മാരുവില്യൻ ഗോപുരങ്ങൾ നല്ല സിനിമയാണെങ്കിൽ ഹിറ്റാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.